യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. നിമിഷപ്രിയയുടെ മോചനത്തിനായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചതായും കാര്യമായ പുരോഗതിയുണ്ടാകുമെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആരാണ് പുതിയ മധ്യസ്ഥനെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. കെ.എ. പോൾ ആണോ പുതിയ മധ്യസ്ഥൻ എന്ന ചോദ്യത്തിന് അദ്ദേഹം അല്ലെന്നും പുതിയ ആളാണെന്നുമാണ് സർക്കാർ മറുപടി നൽകിയത്. നിമിഷപ്രിയയുടെ ജീവന് നിലവിൽ ആശങ്കയില്ലെന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കേസ് ജനുവരിയിലേക്ക് മാറ്റിയെങ്കിലും അതിനിടയിൽ പുതിയ സംഭവങ്ങൾ ഉണ്ടായാൽ കോടതി പരിഗണിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ജൂലൈ 16-ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ചർച്ചകളെ തുടർന്ന് ഇത് മാറ്റിവെക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ദയാധനം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നെങ്കിലും കുടുംബം അതിന് തയ്യാറായിരുന്നില്ല. 2017 ജൂലൈ 25-നാണ് യമനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകിയ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ കൊലപ്പെടുത്തിയത്. ഈ കേസിൽ നിമിഷപ്രിയയ്ക്ക് യമൻ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. തുടർന്ന് നിമിഷപ്രിയയുടെ മോചനത്തിനായി കുടുംബവും വിവിധ സംഘടനകളും കേന്ദ്ര സർക്കാരിനോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു വിഷയത്തിൽ നേരത്തെയും സുപ്രീം കോടതിയുടെ ശ്രദ്ധ പതിയുകയും കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി രാജ്യം ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന ഉറച്ച നിലപാടാണ് കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കിയത്. പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചത് വിഷയത്തിൽ സമഗ്രമായ ഇടപെടലിനും വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾക്കും വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യമനിലെ പ്രാദേശിക നിയമവ്യവസ്ഥയും ശിക്ഷാ നടപടികളും വളരെ സങ്കീർണമായതിനാൽ ഈ കേസിൽ മോചനം സാധ്യമാക്കാൻ സമയോചിതവും ഫലപ്രദവുമായ ഇടപെടലുകൾ അനിവാര്യമായിരുന്നു. കേന്ദ്ര സർക്കാർ നിയോഗിച്ച പുതിയ മധ്യസ്ഥന്റെ സാന്നിധ്യം ബന്ധപ്പെട്ട യമൻ അധികാരികളുമായി ആശയവിനിമയം നടത്താനും നിയമപരമായ തടസ്സങ്ങൾ നീക്കാനും നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധാരണയിലെത്താനും സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പങ്ങൾ തന്നെ തുടരുകയാണ്. തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബം ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് വേറിട്ട രീതിയിൽ തന്നെയാണ്. തങ്ങൾക്ക് ദയാധനം ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ വന്നിരുന്നു. അതേസമയം കാന്തപുരവും ഇത്തരത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് വധശിക്ഷ മാറ്റിവെച്ചിരുന്നു. തുടർന്നാണ് ഈ കേസ് ജനുവരിയിലേക്ക് മാറ്റിവച്ചിരിക്കുന്നത്. അതിനുശേഷമാണിപ്പോൾ നിമിഷപ്രിയയുടെ മോചനത്തിനായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചതായി കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇത് ആരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചിരിക്കുന്നത്.